ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും ഇവിടുത്തെ ടോപ് സിംഗർ സീസൺ 6 കണ്ടസ്റ്റൻസിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം അത്ര നല്ല പാട്ടുകളാണ് പാടുന്നത്, നല്ല നല്ല വർത്താനങ്ങളാണ്. അതൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐശ്വര്യമായിട്ട് നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. ഉണ്ണി അങ്കിളെ, ഇനി ഇവിടെ ഒത്തിരി വർത്താനം പറയുന്ന ഒരാളുണ്ട്. മലപ്പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അൻവിക എന്നാണ് പേര്. വിളിക്കാം, നമുക്ക് കൊറേ വർത്താനങ്ങൾ കേൾക്കാനുണ്ട് അല്ലേ, കൊറേ വർത്തമാനം പറയാനുണ്ട്. ലെറ്റ്സ് വെൽക്കം അൻവിക കുട്ടി ഓൺ സ്റ്റേജ്. ഓ, ഇത് പട്ടുപാവാടയൊക്കെ ഇട്ട് ഒരു കുരുത്തക്കേടും പറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. അമ്മേന്റെ സെലക്ഷനാ. ഇത് ഇഷ്ടപ്പെട്ട വേഷമാണോ? വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രസ്. അപ്പൊ വേറെ ഏതൊക്കെയാണ്? എനിക്കിടാൻ ആഗ്രഹം കൂടുതലും ടീഷർട്ടും പാന്റും അങ്ങനത്തെ. അതാണ് മോഡേൺ. പക്ഷെ ഈ പാട്ടിന് അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് പട്ടുപാവാട. നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷമൊക്കെ സുഖ. പക്ഷെ എന്റെ മൂക്കും തൊണ്ടയും പിന്നെ ഞാനും അത്ര സുഖകരമല്ല. ജലദോഷം, എല്ലാം ഉണ്ട്. ഉണ്ണിയങ്ങളുടെ കണ്ടോ, എന്തെങ്കിലും പറയണ്ടോ? എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാ. ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പറഞ്ഞ കറുപ്പായി ഞാൻ എന്റെ അമ്മേ കൊറേ പ്രാവശ്യം കേട്ടിട്ട്. എനിക്ക് എന്റെ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടാ. മറ്റേ ലിയോ മൂവിയില് ഞാൻ വിജയാണ്ണന്റെ ഭയങ്കര ഫാനാ, വിജയ് സാറിന്റെ ഭയങ്കര ഫാനാ. അപ്പൊ ലിയോ മൂവി അങ്ങനെ വിളിക്കൂലോ, വിജയ് സാറിന്റെ വലിയ ഫാനാ കാലം തൊട്ടേ. അപ്പൊ ആ മൂവി കണ്ടെടുക്കാനെ തൊട്ടേ ഭയങ്കര ക്രേസ് ആയി പോയി ആ പാട്ടിനോട്. പിന്നെ വേറെ ക്രേസ് ഉള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? വേറെ ക്രേസ് ഉള്ള തിരുവാവണി രാവ്. ചേട്ടന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പാട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്. നമ്മൾ കാത്തിരുന്നാണ് ഒരു ഓണപ്പാട്ട് വേണം. അപ്പോഴാണ് തൊണ്ട് ഷാൻ വരുന്നത്, ചേട്ടൻ പാടുന്നു. അതാണ് ചേട്ടന്റെ വോയിസ്, അതിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഞാൻ പാടിയത് എവിടെന്ന് അറിയോ? USA പാടിയതാണ്. 2015 അത് പാടിയത്. ഭയങ്കര സുന്ദരമായിട്ട് ചേട്ടന്റെ ശബ്ദം സൗണ്ട് ചെയ്യുന്ന ഒരു പാട്ടാണ്. അതെ, അത് ആ ചേട്ടന്റെ പാട്ട് ചേട്ടന്റെ എനിക്ക് എപ്പോഴും തോന്നും ചേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര വാംത്താണ് അതിന്. അത് ആ രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കണം. അതെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് തോന്നുന്നത്. ഈ പാട്ടിന് എന്റെ ശബ്ദം വേണമെന്ന് നിർബന്ധം പിടിച്ചത് വിനീത് ശ്രീനിവാസനാണ്. സോ ഐ തിങ്ക് ഐ ഷുഡ് താങ്ക് ഹിം ഓവർ ദിസ് ടോപ്പ് സിംഗറിലൂടെ ഞാൻ വിനീതിനൊരു ബിഗ് നമസ്കാരം. And also to Shan Rahman who gave me this beautiful song which is still, you know, a big hit. Yes. It's evergreen. ഏതെങ്കിലും പാട്ട് കേൾക്കണേ ഇപ്പൊ ചോദിച്ചാ കിട്ടും. തിരുവാവണി രാവ്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പിന്നെ ചേട്ടൻ പാടി കഴിഞ്ഞിട്ട് സിത്തുവിന്റെ ശബ്ദം വരുമ്പോഴത്തേ ഒരു കോൺട്രാസ്റ്റ് ആണ്. അത് ഭയങ്കര, അത് ചോയ്സ് ഓഫ് വോയിസസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സോങ്ങില്. എനിക്ക് വളരെ സ്മാർട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അതായത് പഴമയും ഉണ്ട് പുതുമയും ഉണ്ട്, അതിന്റെ ഒരു ഫ്യൂഷൻ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുള്ള. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് അത് കഥകൾ അല്ലേ? നമ്മുടെ കഥ എന്നുള്ളത് എന്റെ കഥ ഇതൊക്കെ തന്നെ അല്ല, നമ്മുടെ കഥ ഇന്നത്തെ കഥ ഏതാ? ഓ, പാട്ട് കൈക്കൂടെന്ന നിറയെ. അതെന്താ അതെങ്ങനെ? ഓ, കൈക്കുടന്ന അല്ല, കൈക്കൂടെന്ന നിറയെ. നല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാ. അതാണ്. അപ്പൊ അത് അത്രയും സ്നേഹിച്ചല്ലേ പറയണ്ടേ? കൈക്കൂടെന്ന നിറയെ തിരുമധുരം തരും. ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽസ് മൂവി മായാമയൂരം, സോങ് ഡയറക്ടർ, കമ്പോസർ. എല്ലാം ശ്രുതി പിടിക്കും. അത് ഓർക്കണതാ. അത് ഏത് പിച്ചായിരുന്നു? ബി ഫ്ലാറ്റ് ആണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ച് കമ്പോസർ രഘുകുമാർ സർ,
പിന്നെ പാടിയത് ജാനകി അമ്മ ആ. ആൻഡ് യേശുദാസ് സർ. ഉം. മൂവി മായാമയൂരം 1993. ലിറിക്സ് ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. രഘുവേട്ടനെ ഓർക്കാണ് ചേട്ടന്റെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ. ചേട്ടാ ക്ഷമിക്കണേ, ഇതൊക്കെ പാടണേന്ന്. അല്ല, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് പാടിപ്പോയതാണ്. അപ്പൊ ഈ കൈക്കുടന്ന രഘുചേട്ടന്റെ കോമ്പോസിഷനാണ്. അദ്ദേഹത്തിന് എത്രയോ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. ഹി വാസ് എ വണ്ടർഫുൾ മ്യൂസിക് കമ്പോസർ. മാത്രമല്ല ബേസിക്കലി തബലിസ്റ്റ് തബലിസ്റ്റാണ്. നല്ല തബലിസ്റ്റ് ആണ്. ഒരുപാട് ഗാനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പൊ അത് ഈ അവസരത്തിൽ ഈ പാട്ട് എടുത്തതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ചെയ്യൂ. താങ്ക് യു. അപ്പോൾ മോക്കും നമ്മുടെ അൻവിക്കും ഒരു നല്ലൊരു അവസരമല്ലേ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാനായിട്ട്, അല്ലേ? തീർച്ചയായും. യാ, അപ്പൊ കമോൺ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയൊന്നിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയൊന്നിക്കേ. കനിവാർന്ന വിരലായി അണിയിച്ചതാരേ, കനിവാർന്ന വിരലായി അണിയിച്ചതാരേ. അലിവിന്റെ കുളിരാർന്ന ഹരിചന്ദനം. കൈകുടന്ന നിറയെ തിരുമധുരം കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും.
അൻവി ആ. ഒത്തിരി കഷ്ടപ്പെട്ട് പാടിയല്ലേ? ഉം. എനിക്ക് സങ്കടം വന്നു പാടണം കണ്ടപ്പോൾ. അൻവി എത്ര ബുദ്ധിമുട്ടിയാണത്, ഓരോ സ്വരങ്ങളും ഓരോ നോട്ട്സും കൊണ്ടുവരാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടുന്നു. ഇതുപോലുള്ള പല മോമെൻറ്റ്സും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്ന് ഞാൻ വീഴ്ചകളായിട്ട് കണ്ടു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും വീഴ്ചകളല്ല, അതൊക്കെ പാഠങ്ങളായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഈ സീറ്റിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് എ ലെസൺ. നമുക്ക് എല്ലാവർക്കും ഒരു ലെസണാണ്. ഒരു ദിവസം നമുക്ക് ജലദോഷം വരും, പനി വരും, ഇൻഫെക്ഷൻ വരും. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മനസ്സിൽ വിചാരിക്കും, പക്ഷേ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഫൈൻനെസ്സിൽ വരില്ല. അല്ലേ? ശബ്ദമല്ലേ, ഇതൊക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്. നമ്മുടെ വോക്കൽ കോഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അവിടുത്തെ മസിൽസ് പോലും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഫേക്ക് വോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ശബ്ദം ശരിക്കും പ്രവർത്തിക്കുക പോലും ഇല്ല. പറഞ്ഞ് മനസ്സിലായേ? അപ്പോൾ അതാണ് വോക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മസിൽ ടെൻഷൻ, ഡിസ്പോണിയ, ഡിസ്ഫോണിയ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പോലും അവരുടെ സമയമെടുത്ത് അവർ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ചെറിയ പനിയാണ്, ചെറിയൊരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ പാടിയതിനനുസരിച്ചുള്ള ഒരു മാർക്ക് തീർച്ചയായിട്ടും ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തരേണ്ടി വരും. പക്ഷേ വേറൊരു വേദിയിൽ, നമ്മുടെ ഈവൻറ്റിലോ ഒക്കെ ഇത് പാടാനായിട്ടുള്ള ഒരു അവസരം അൻവിക്ക് തരാൻ കഴിയും. അതാണ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അൻവിക്കുട്ടി, കുഴപ്പമില്ല. ചില ദിവസം അങ്ങനെയാണ്, എസ്പെഷ്യലി ഇങ്ങനെ തൊണ്ടവേദനയും ജലദോഷവും പാടാൻ വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ റെസ്റ്റ് എടുത്ത് അത് ഹീൽ ചെയ്യേണ്ട സമയമാണ്. നല്ല കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ചൂടുവെള്ളമൊക്കെ മെല്ലെ സിപ്പ് ചെയ്ത് കുടിച്ചിരിക്കേണ്ട സമയമാണ്. ആ ഒരു സ്ട്രെയിനിൻ്റെ ഇടയിലാണ് ആക്ച്വലി അൻവികക്കുട്ടി ഇന്ന് വന്ന് പാട്ട് പ്രസൻറ്റ് ചെയ്തത്. അതും ഇതുപോലെ ഒരു പാട്ട്. ബുദ്ധിമുട്ടാണ് പാടാൻ വേണ്ടിയിട്ട്, സങ്കടമൊന്നും വരണ്ട. ഓക്കെ, ഇതിലും നന്നായിട്ട് ഇതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി അടിപൊളിയായിട്ട് മോക്ക് പാടാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ ഒരു കുറവായിട്ട് അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. ഓക്കെ അൻവിക, വിഷമിക്കണ്ട, നല്ല ചിരിക്കൂ, സ്മൈൽ. എല്ലാവർക്കും ഉണ്ടാവും ബാഡ് ഡേയ്സ്, നമുക്ക് തിരിച്ച് ശക്തമായിട്ട് വരാം കേട്ടോ. ഇന്നിപ്പോൾ പാടിയതിനനുസരിച്ചുള്ളൊരു മാർക്ക് നമ്മൾ തരുന്നു, പക്ഷെ അതൊരു എന്താ പറയുക, സെറ്റ് ബാക്കായിട്ട് കരുതേ വേണ്ട. അസുഖമായി കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ പാടാൻ പറ്റുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഗംഭീരമായിട്ട് ഇനി ഇതേ പാട്ട് തന്നെ പാടാനുള്ളൊരു അവസരം അടുത്ത് തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്, ഗുഡ് ലക്ക്. അൻവി ബോൾഡാണ്, ബി ബോൾഡ്. ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്, ബി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അങ്ങനെയല്ലേ? അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിന് നമുക്ക് തരാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 93 ഔട്ട് ഓഫ് 100 ആണ്. പക്ഷേ ഇത്രയും വയ്യാഞ്ഞിട്ടും 93 സ്കോർ ചെയ്തല്ലേ? 93% എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കാണോ? പരീക്ഷയ്ക്കൊക്കെ 93% കിട്ടുമ്പോൾ എന്താ അതൊരു സൂപ്പർ മാർക്കല്ലേ? അത് A+ അല്ലേ? അത് സഭാഷല്ലേ 93 ഒക്കെ കിട്ടുന്നത്. ഇനി ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും 93 ഒന്നും കിട്ടിയിട്ടില്ല. മാക്സിമം 40, 50, 60 റേഞ്ചിലൊക്കെയാണ് നമ്മളൊക്കെ നിന്ന്. ചിലപ്പോൾ പാസ്സാവും കൂടെ ഇല്ല. 100-ൽ 25, 22 ഒക്കെയാണ് മാത്തമാറ്റിക്സിന് കിട്ടണത്. ഇപ്പം 93 എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ മാർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും വയ്യാഞ്ഞിട്ട് പോലും 93% സ്കോർ ചെയ്തില്ലേ? അവിടെയാണ് അൻവി സൂപ്പറാണെന്ന് ഞാൻ പറയണേ. ഇനി നമുക്ക് ചെയ്യാം, ഫ്രം അവർ പാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വയ്യായ്ക കൺസിഡർ ചെയ്തുകൊണ്ട് വിൽ ജസ്റ്റ് ആഡ് 2 consolation marks, അതായത് 2 marks. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 95 ഔട്ട് ഓഫ് 100 ഫോർ അൻവി ടുഡേ. അപ്പൊ അൻവിക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പാട്ട് നമുക്ക് വയ്യാഴികയൊക്കെ മാറി സൂപ്പർ ആയിട്ട് പാടണം. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ച് വറീഡാവണ്ട കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. റെസ്റ്റ് എടുക്കൂട്ടോ പോയിട്ട്. ഓക്കെ, അധികം വർത്താനെന്ന് പറയാതെ മിണ്ടാതിരുന്നോ. ഓക്കെ, ബൈ. നമ്മുടെ മീനുട്ടി പറയുന്ന പോലെ മനോഹരമായ ഈ എപ്പിസോഡില് അടുത്തതായിട്ട് ഇവിടെ വരുന്നത് കണ്ണൂരിൽ നിന്നും ദിയ. യെസ്, ദിയ കുട്ടി, വെൽക്കം. പാറിക്കളിക്കുന്ന കുഞ്ഞിക്കിളിയുടെ പിന്നാലെ പോരണ്ട, റാഗി പരക്കുന്ന ചെമ്പരുന്തേ ഓടിയോളിച്ചോളി. അമ്പുണ്ട് വില്ലുണ്ട് ചങ്കിനുറപ്പുണ്ട്, ചങ്ങാതി കൂട്ടങ്ങൾ കൂടെയുണ്ട്, എൻ്റെ കാവലിനെന്നും ഞാനുമുണ്ട്, അങ്ങനെ വേണം. ഇതാണോ ദിയ? വെൽക്കം മാഡം, വെൽക്കം.
ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ആര്യ സർപ്രൈസ് ആയാ? സർപ്രൈസ് ആയല്ലേ? എനിക്ക് തോന്നുന്നു ആര്യയുടെ ഒരുപാട് ഗാനങ്ങൾ അല്ലേ? ആരെയും ഞാനും കൂടെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. യെസ്, ഏറ്റവും അധികം ഹാപ്പി ആവുന്നത് മാഡം ഇവിടെ വരുമ്പോഴാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ്. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട്. പിന്നെ കുട്ടന് ഞാനും കൂടെ ചെയ്തിട്ടുണ്ട്, മൂവി ചെയ്തിട്ടുണ്ട്. അതെ, അതെ. അപ്പൊ എല്ലാരും ഒന്ന് കാണാനുള്ളൊരു സന്തോഷം. തീർച്ചയായിട്ടും ചേച്ചി വെൽക്കം ടു ടോപ്പ് സിംഗർ. യെസ്, അതെ, ഇങ്ങനെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റിൽ വന്നതിന് പ്രത്യേകം നമസ്കാരം. തീർച്ചയായിട്ടും. ഞാനും ചേച്ചിയുടെ പാട്ട് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ പാട്ട്. മതിലേക്ക് മിഴിചാരി മറയുന്നത് എന്തേ എന്നുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ജയേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. പി ജയചന്ദ്രൻ എപ്പോ കണ്ടാലും പറയുമായിരുന്നു അത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ആര്യക്കുട്ടി, ക്യാപ്റ്റൻ ആര്യ ആദ്യം എന്റെ മോളുടെ ഒപ്പമാണ് എന്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഒരു പാട്ടിന്റെ കാര്യത്തിൽ, ഒരു വർക്കിന് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി നമ്മൾ ചെയ്തല്ലേ അത്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി. അവനിപ്പോ ഞാൻ പാടി മൂളി വന്നത്, പറഞ്ഞു മൂളി വന്നത് പാടാനെന്ന് പറയില്ല. അപ്പം അന്ന് വന്നപ്പോ തന്നെ മോള് വിളിക്കുന്ന പോലെ അമ്മയെന്ന് തന്നെ അവള് വിളിക്കുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ശശിയും കൂടെ കൂട്ടും. ശശിമാന്ന് വിളിച്ചിട്ട് ഓടി കയറി വരിക. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു കണക്ഷനാണ്. പിന്നെ അതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ ശശിമ എന്ന് പറയുന്നത് ശശികല ചേച്ചിയാണ്. എത്രയോ ബ്യൂട്ടിഫുൾ പാട്ടുകൾ എഴുതുന്ന ആളാണ്. അപ്പോൾ ഞാനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആര്യ വർക്ക് ചെയ്തിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടനും അറിയാം, നമുക്ക് എല്ലാം പരിചിതമാണ്. തീർച്ചയായിട്ടും അത് ദേവരായ മാഷപ്പം ചെയ്തിട്ടുണ്ട്, രവീന്ദ്രൻ മാഷപ്പം ചെയ്തിട്ടുണ്ട്, പിന്നെ എ ടി ഉമർ സാറ്, രാഘവ മാഷപ്പം ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ കാലഘട്ടത്തിലാണ്. അത് പിന്നെ തിരിച്ചു വന്നപ്പോഴും കുട്ടന്റെ ഒപ്പം ചെയ്തു, വിജയപാലിന്റെ ഒപ്പം ചെയ്തു, ശരത്തിന്റെ ഒപ്പം ചെയ്തു. ഇപ്പൊ കുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണ്. ശശിയമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വനിതയാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. പക്ഷെ എനിക്ക് അതിലൊക്കെ മേളില് ഞാൻ കൊച്ചിയിലേക്ക് വന്നപ്പം, കണ്ണൂരാണ് എൻ്റെ സ്ഥലം, കൊച്ചിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ട്, എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന് തോന്നിയത് ലക്ഷ്മിയുടെ അടുത്തും ശശിമയുടെ അടുത്തും എത്തിയപ്പോഴാണ്. വിച്ച് ഇസ് റിയലി സ്പെഷ്യൽ ഫോർ മീ. ഇവിടുത്തെ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ് ശശിമയും ലക്ഷ്മിയും എല്ലാം. സർപ്രൈസായി. അതില് മേളിൽ ഭയങ്കര സന്തോഷമായി ശശിമേനെ ഇവിടെ കാണാൻ പറ്റിയത്. ആര്യെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ടാലന്റഡ് ഗേൾ. കാരണം ഞാനിപ്പോ ദേവരാമാഷിൽ തുടങ്ങി, ഞാനിപ്പോ കുട്ടൻ്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു. കുട്ടൻ എന്നെ ഒരു വേടിന് വേണ്ടി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്, പൂക്കടമ്പ്, ഓർക്കണ്ട. അതിനുവേണ്ടി കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആംബിയൻസിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താ പറയാ, ചിരിച്ച് കളിച്ചൊരു പാട്ടുണ്ടാക്കിയത് ആര്യയായിട്ടാണ്. ആര്യ ഓടിക്കേറി വന്നു, അതിന്റെ കണ്ടന്റ് പറഞ്ഞു. അപ്പൊ വരികൾ ഞാൻ പറയുന്നു, ആര്യ ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ ഒരു അവസാനം ഒരു ഡാൻസിൽ കലാശിച്ചു. അതെ, അതിന്റെ ഒരു വീഡിയോ ഉണ്ട് അല്ലേ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകൊട്ടി ഇങ്ങനെ പാടുന്നത്. അങ്ങനെ ആസ്വദിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് വാസ്തവത്തിൽ എനിക്ക് ആര്യയിൽ നിന്നാണ്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, നല്ല ധാരണയുള്ള ഒരു കുട്ടിയാണ്. അതെനിക്ക് തോന്നുന്നു ശാസ്ത്രീയ സംഗീതമൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഏതായാലും എനിക്ക് ഒരുപാട് പ്രിയങ്കരിയായ ഒരു മോളാണ്. അത് മാത്രമല്ല, ശശിയമ്മയുടെ അടുത്തു നിന്നൊക്കെ ഒരു കറക്ഷനോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു കറക്ഷൻ ആരെങ്കിലും ചോദിച്ചു വന്ന അത്ര ഫൗണ്ടേഷനുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. ആൻഡ് വേറൊരു കാര്യം, ഏറ്റവും സ്പെഷ്യൽ, ശശിയമ്മ എന്റെയും മീനൂട്ടിയുടെ ഒക്കെ പ്രായമാണ്. ആണ് അതിലെനിക്ക് ഒരു മനസ്സുകൊണ്ട് നമ്മുടെ പ്രായമാണ്, അതിനേക്കാളും കുറവാണ്. വെള്ളം കുടിപ്പിച്ചെന്നൊക്കെ പറയണേ. വെള്ളം കുടിപ്പിച്ച അന്ന് ഞാൻ ഒത്തിരി ഒരു വേടിന് വേണ്ടിയിട്ട് കുറേ നേരം വിഷമിച്ചു പോയി. പക്ഷെ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കൂടെ നിൽക്കുമ്പോഴും വളരെ സന്തോഷം. ഏതായാലും അന്ന് തുടങ്ങിയിട്ടും ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ആര്യായിട്ട് ഞാൻ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്ലാനിങ് ഉടനടി 5 മിനിറ്റ് ഇരുന്ന ശശിയമ്മ 3 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി കഴിയും. ആര്യയുടെ ബർത്ത്ഡേക്ക് ഒരു പാട്ടാവാം. ഞാൻ പാട്ട് പാടില്ല. ഞാൻ പിന്നെ ഇപ്പൊ ഇത് ആര്യയുടെ ആയതുകൊണ്ട്, ഞാൻ എഴുതി വരി ആയതുകൊണ്ട് ഒന്ന് മൂളി വന്നേ ഉള്ളൂ. ലിറിക്സിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം, ഒരു 4 ലൈൻ ആര്യയെ കുറിച്ച്. അയ്യോ, എന്നെ പറ്റി ഞാൻ തന്നെ ട്യൂൺ ചെയ്യണം. എന്നിട്ട് MJ സർ ഹെൽപ്പ്. അതിന്റെ നോവൽറ്റി അതാണ്. അയ്യോ, ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, മനസ്സിനുള്ളിൽ ഓടിക്കയറിയ പുന്നാരക്കിളി. അയ്യോ, പറഞ്ഞോ കുഴപ്പമില്ല. എന്ത് ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി, മനസ്സിനുള്ളിൽ ഓടിക്കയറിയ പുന്നാരക്കിളി,
സുന്ദരിയാണവൾ. അയ്യോ വേണ്ട വേണ്ട ശശിമ, ഞാൻ അധികം ഓർമ്മിച്ച് വെക്കാൻ പറ്റും. MJ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് മീനൂട്ടീനെ പോലെ. സന്തോഷം അല്ല കണ്ടു. ആദ്യത്തെ ഫ്രേസ് പോരെ, അന്നേരം പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ വിറച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് വിറയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ആവുന്നു, മുട്ടുകാലിട്ട് അടിക്കുകയായിരിക്കും. ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി. അതിൽ പോരട്ടെ. മനസ്സിനുള്ളിൽ ഓടിക്കേറിയ പുന്നാരക്കിളി പുന്നാരക്കിളി. അപ്പൊ പോരട്ടെ ഈണം. ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി മനസ്സിനുള്ളിൽ ഓടിക്കേറിയ പുന്നാരക്കുട്ടി. മതിയോ? മതിയില്ലേ? അത് കൊള്ളാം. അതാണ് ബർത്ത്ഡേ സോങ്. ക്യാപ്റ്റൻ, യെസ്, എന്റെ വക കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, കൊണ്ടുവരട്ടെ? ആര്യ ചേച്ചി ഞാൻ വിഷ് ചെയ്ത് പോലില്ല. ഹാപ്പി ബർത്ത്ഡേ ആര്യ ചേച്ചി. ചക്കരമ്മ. ഈ 1900s ആദ്യം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഗൗഹർ ജാൻ എന്നായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് ഗ്രാമഫോൺ റെക്കോർഡിൽ വന്ന വോയിസ് എന്ന് പറയുന്നത് അവരുടെയാണ്. അത് 1890s 1903 ആ സമയത്താണ്. അപ്പോൾ അന്നൊക്കെ അവരുടെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് അവർ വാങ്ങിച്ചിരുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 3000 rupees ആയിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുട് പ്രിൻറ്റ്സിൽ, നമ്മുടെ ലെഗസിയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ആ ഗൗഹർ ജാനിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ആര്യ അതുപോലെ ആയിത്തീരണമെന്നാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല പല ലാംഗ്വേജസ് പാടി 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 ലോകം മൊത്തം പറന്ന് നടക്കുന്ന ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറട്ടെ നമ്മുടെ ആര്യ എന്ന് ഈ അവസരത്തിൽ, ഈ ബർത്ത്ഡേക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഗൗഹർ ജാനും ഫ്രഞ്ചിലൊക്കെ പാടിയിട്ടുണ്ട്. ഫ്രഞ്ച്, ഹിന്ദി, തെലുങ്ക്, ഗുജറാത്തിയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ 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 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആര്യ. ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ഒരു കുഞ്ഞുമകളോട് എന്ന പോലെയുള്ള സ്നേഹത്തിലാണ് ഇത് തരുന്നത്. ഇത് ലെജൻഡ്സ് എന്ന് പറയുന്ന ഒരു പാട്ട് പെട്ടിയാണ്. ദിവസവും രാത്രി പാട്ടുകൾ കേട്ട് കടന്നുറങ്ങാൻ പറ്റും. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, അതാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇതൊരു പുസ്തകമാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ഇത് എൻ്റെ ചിന്തകളെ ഒരുപാട് മാറ്റി മറിച്ച ഒരു പുസ്തകമാണ്. അതും ഈ മകൾക്ക് ഞാൻ കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ്. ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ ആര്യക്കുട്ടിയെ ഒരു 4-5 വർഷമായിട്ട് ശ്രദ്ധിക്കുന്നു. സ്മ്യൂളിലും ഒക്കെ പാടി എൻജോയ് ചെയ്തിടുന്ന, അതായത് ആ ചെയ്യുന്ന വർക്കിനോടൊരു ഭയങ്കര സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ആര്യക്കുട്ടിയെ നോട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഒരേ വേദിയിൽ നമ്മൾ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ പാട്ടും പാടിയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അതിനു മുമ്പ് ഒരു കവിത ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വൈറലായി. അങ്ങനെ ആര്യക്കുട്ടീനെ നമ്മുടെ വേദിയിൽ, ടോപ്പ് സിംഗറിന്റെ വേദിയിൽ എൻ്റെ അടുത്ത് തന്നെ ഒരു ജഡ്ജായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായിട്ട് ഇരിക്കാനുള്ള ആര്യക്കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. വളരെ ബബ്ലി ആയിട്ടുള്ള, മ്യൂസിക്കലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു ആര്യക്കുട്ടി. വളരെയധികം സന്തോഷം. ലെറ്റ്സ് ഓൾ വിഷ് ഹർ എ വെരി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എ വെരി ബ്രില്യന്റ് ഫ്യൂച്ചർ. ഉണ്ണിച്ചേട്ടാ, ഇത് ഡബിൾ ധമാക്കയാണ്. കാരണം ഇത് ബർത്ത്ഡേ മാത്രമല്ല, ഇനി കല്യാണവും ആഘോഷിക്കാൻ പോകണം. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു, ഡോക്ടർ അഭിഷേക്. അപ്പൊ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ, ആര്യ അങ്ങോട്ട് പോവാന്നൊക്കെ ഇനി തീരുമാനിക്കണം. രജിസ്റ്റർ മാരേജ് ആണ്. അപ്പൊ രണ്ടുപേരും കണ്ണൂർ പോയി അതേ രജിസ്റ്റർ ഓഫീസിൽ തന്നെ രജിസ്റ്റർ മാരേജ് വിത്ത് പെർമിഷൻ ഓഫ് ബോത്ത് ദ പാരന്റ്സ് നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശ്വസും ആര്യയ്ക്കും അഭിഷേകിനും. അപ്പൊ ഞങ്ങളുടെ ആര്യ ചേച്ചിക്ക് ഒത്തിരി 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 ചക്കര ഉമ്മ വിത്ത് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അപ്പൊ അടുത്തത് ബ്ലാങ്ക്ലോളിന്ന് ആരാ വരുന്നത്? ബാംഗ്ലൂരിന്ന് ഒരു സൂപ്പർ സിംഗർ എത്താൻ പോവാണ്. പെർഫോമൻസ് റൗണ്ടുമായിട്ട് ആര്യ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമുള്ള ഫേവറേറ്റ് റൗണ്ടുമായിട്ട് എത്തുന്നു നമ്മുടെ ശ്രീയക്കുട്ടി. വെൽക്കം. നല്ല രസമുണ്ട് ശ്രീയക്കുട്ടീനെ കാണാൻ. ഇത് നമ്മുടെ ചുന്തിരിമണിയല്ലേ? അതെ. ಕನ್ನಡ ಗೊತ್ತುಮೋ? ಗೊತ್ತು. കൊച്ചു ಗೊತ್ತು നോക്കട്ടെ. ನೀವೆಲ್ಲರೂ ಚೆನ್ನಾಗಿ ಹಾಡುತ್ತಾರೆ, ನಮಗೆ ತುಂಬಾ ಇಷ್ಟ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളെല്ലാവരും നല്ലോണം പാടും, എനിക്ക് നല്ലോണം ഇഷ്ടാന്നാണ്. അല്ല, ഉണ്ണിച്ചേട്ടനെ പറ്റിയാണ് പറയേണ്ടത്. ಅವರ ತುಂಬಾ ಸಾಂಗ್ಸು ನನಗೆ ತುಂಬಾ ಇಷ್ಟ. ನಾನು ತುಂಬಾ ಕೇಳಿದ್ದೀನಿ, ತುಂಬಾ ಇಷ್ಟ ನನಗೆ. എല്ലാ പാട്ടും ഞാൻ കുറെ കേൾക്കാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. കറക്റ്റ് അല്ലേ? ഏത് ക്ലാസ്സിലെ മോള്? 8ല്. റോക്ക് ഓൺ. താങ്ക് യു സോ മച്ച്. ഇന്ന് ശ്രീയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സന്തോഷമുണ്ട്. ശ്രീയക്കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട്. എന്താ ചേച്ചിയുടെ പേര്? ശ്രുതി. ശ്രുതി ചേച്ചി. ഹലോ. അതാണ് ശ്രുതി അമ്മ. അപ്പൊ പാട്ട് ഏതാണ്? നിങ്ങൾ ഗസ് ചെയ്യണം. ഇത് ചിത്ര അമ്മക്ക് 1996 ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. ശശികല. അത് അതാണല്ലേ? 1996 ദേവരാഗം എന്ന് പറഞ്ഞ മൂവിന്ന് വന്നതാണ്. കീരവാണി സാറും പാടിയിട്ടുണ്ട്. മ്യൂസിക് ചെയ്തത് കീരവാണി സാറാണ്. ലിറിക്സ് എഴുതിയത് രാജേന്ദ്രൻ സാറാണ്. എം ഡി രാജേന്ദ്രൻ സാർ. ഓൾ ദി ബെസ്റ്റ്. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം. നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം. കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനന തനനം. തൊഴുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം. വരമരുളും പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനനനം തനനനം തം തനനനം തനാനനനം തനനനം
കിലി ചിലു ചിലി ദേവി തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം കിളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനനന തനനം തൊടുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം വരമരുളും പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം നിസ നിസ ഗ സമാഗ ഗാമനി പദമപ. ഓ ആഹാ. താങ്ക് യു സർ. സബാഷ് സബാഷ്. ചുന്ദരിമണീസ് യെസ് സർ. കലക്കി കേട്ടോ, താങ്ക് യു സർ. ഭയങ്കര സന്തോഷമായി. താങ്ക് യു സർ. താങ്ക് യു സർ. ഒന്നാമത്തെ കാര്യവും എപ്പോഴും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോളുടെ വോയിസിനെ പറ്റിയാണ്. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സർ. ആ വോയിസിന് ഓരോ വോയിസിനും ഓരോ ഫ്ലേവർ ഉണ്ട്, ഒരു ഗ്രേസ് ഉണ്ട് ശബ്ദത്തിന്. മാത്രമല്ല അത് വ്യത്യസ്തമാണ്, കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഉടനെ ചുന്ദരിമണിയുടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് കേട്ട് കഴിഞ്ഞാൽ. ആ രീതിയിൽ ഒരു വ്യത്യസ്തമായ ശബ്ദത്തിന്റെ ഉടമയാണ് ആര്? ഞാൻ ഞാൻ എനിക്കൊരു സജഷൻ പറയാം, ഡൈനാമിക്സിനെ പറ്റിയാണ്. നമ്മൾ എങ്ങനെ പാടുമ്പോൾ എന്ത് ഡൈനാമിക്സ് നമുക്ക് കൊണ്ടുവരണം. ഡൈനാമിക്സ് എന്ന് പറയുന്നത് ശബ്ദ വ്യതിയാനമാണ്. അത് വോള്യൂം താഴേന്ന് മേലോട്ട് എങ്ങനെയാണത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ വെരി ഫസ്റ്റ് എന്ന് പറയണത് വളരെ ഒരു സീക്രട്ട് പോലെ പാടാം. അത് പാടി അവിടുന്ന് കുറച്ചുകൂടെ കൂടും. എന്ന് പാടിയ സുഖമില്ല. ആ അപ്പോൾ എങ്ങനെയാണ്, അതൊരു ക്രിസൻഡോ ആണ്. അപ്പോൾ ഇതാണ് ഡൈനാമിക്സ് എന്ന് പറയുക. ഞാനിവിടെ നിന്ന് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഹസ്കി ആണെന്ന്, അതിങ്ങനെ വിടർന്നാൽ കുറച്ചും കൂടെ ബ്രൈറ്റ്, പിന്നെ വിടർന്നാൽ ബ്രൈറ്റ്, പിന്നെ ഞാനിങ്ങനെ കാണിച്ചാൽ പിന്നെയും ബ്രൈറ്റ്, പിന്നെ ഇങ്ങനെ കാണിച്ചാൽ മൊത്തം ബ്രൈറ്റ്. ഓക്കെ, റെഡിയാണോ? ഓക്കെ സർ. ഓക്കെ സർ. കമോൺ. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 സോഫ്റ്റ് സോഫ്റ്റ്. രഹസ്യം രഹസ്യം. നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം തനം തനനം നം ഓക്കെ. കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനന തനനം തൊടുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം വരമരുളും പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം. ആ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയുണ്ട്? രസമുണ്ട്. ആ ചരണത്തിന്റെ അവസാനം എങ്ങനെയാണ്? കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവി നാമൊരുക്കി ധാരണി താഴ്വര ചിരി തൂകി തഴുകി ഒഴുകീളം തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം ബ്യൂട്ടിഫുൾ. നിൻകാൽ ചിലങ്കകൾ നാദവീചികൾ തനാനനതം തനനനം തനനനം തനാനനതം തനനനം. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പാട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അത് ചിത്ര ചേച്ചി മെറ്റിക്കുലസ് ആയിട്ട് ഓൺ ദ ഡോട്ട് ആയിട്ട് പാടിയിട്ടുണ്ട്. അതാണ് ചേച്ചിയുടെ ഗ്രേറ്റ്നെസ്. ഇത് കമ്പോസ് ചെയ്ത കീരവാണി സാർ, ഒരു വലിയൊരു നമസ്കാരം. പിന്നെ പാടുമ്പോഴത്തേക്കും മോള് വളരെ സീരിയസ് ആണ് കേട്ടോ. നമ്മുടെ ഓഡിയൻസിന് കാണുമ്പോൾ അവർക്ക് പ്ലസന്റ് ആയ ഒരാൾ പാടുന്നതാണ് ഇഷ്ടം. ചിരിച്ച് പാടുമ്പോൾ വോയിസ് വളരെ നന്നായിട്ട് വരുന്ന പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പല്ല് പുറത്തേക്ക് കാണണമെന്നാ പറയാം. ഈ മേലത്തെ പല്ല് പുറത്തേക്ക് കാണുന്ന സമയത്ത് ആ പാട്ടിന് കൂടുതൽ ഭംഗി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഷേക്കുട്ടി യെസ് സർ. വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്, ഈ ബ്രെത്ത് ഉണ്ടല്ലോ, ബ്രെത്ത് ഓരോ ലൈനിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കുന്നത് കഴിയുന്നതും കേൾക്കാതെ നോക്കണം. അത് ഒരു ബ്യൂട്ടിയാണ്. ഓക്കെ, അതും കൂടി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നന്നായി പാടുന്നുണ്ട്, നല്ല ആ പാട്ട് ശരിക്കും ഉൾക്കൊണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് നുവാൻസസ് എന്ന് അറിഞ്ഞിട്ടാണ് പാടുന്നത്. ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ശ്രേയക്കുട്ടി, യു ആർ സോ ലക്കി
to get on point suggestions from two of the greatest musicians right now and make use of it. അത് മാത്രം കേൾക്കുക, അവർ പറയുന്നത് കേൾക്കുക. ആബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഏതൊരു സംഗീതം പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് കേട്ടാലും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവർ രണ്ടുപേരും ഇവിടെ പറയുന്നത്. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും ആക്ച്വലി ഒന്നും പറയാനില്ല. നല്ല ബെസ്റ്റ് ടിപ്സ് കൊണ്ടാണ് ശ്രീകുട്ടി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നത് അല്ലേ. അതുപോലെ കീരവാണി സാറിന്റെ മ്യൂസിക് ആണ്. കീരവാണി സാറിന്റെ ഹിസ് ലെജൻഡ്. ഒരുപാട് പേരുകളുള്ള മ്യൂസിക് ഡയറക്ടറാണ് മരകതമണി, കീരവാണി, അല്ലേ? മരകതമണി, കീരവാണി, MM ക്രീം, ക്രിമിനൽ. വളരെ വ്യത്യസ്തമായൊരു അല്ലേ, വളരെ വ്യത്യസ്തമായ ട്യൂൺസിന്റെ അസാധ്യമായിട്ട് പാടും. അതാണ് ഏറ്റവും നല്ല മെലഡീസ് ഒക്കെ പാടുമ്പോ അദ്ദേഹത്തിനെ പോലെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ആസ് എ കമ്പോസർ യു മസ്റ്റ് ബി നോ ഇത്രയും വേരിയേഷൻസ് ഒരു പാട്ടിൽ കൊണ്ടുവരാൻ. ഞാൻ പറയാൻ പോയത് നാട്ടുകാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് അവിടെ കിടക്കുവാണ്, ആര് കേട്ടാലും അവിടെ ഡാൻസ് ചെയ്യും. അതെ. ചന്ദ്രമണി, Yes, sir. യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 97.5 out of 100. Thank you, sir. നമ്മളിങ്ങനെ ഗ്രാജുവലി മാർക്ക് കയറി വരിക. ഈ സന്തോഷ സമയത്ത് അമ്മയുണ്ട് നമ്മുടെ കൂടെ. ഹലോ ചേച്ചി. ഹലോ. എന്ത് തോന്നുന്നു ലൈവായിട്ട് ഇപ്പൊ പാട്ട് കേട്ടിട്ട്? വളരെ സന്തോഷമുണ്ട്. ആ മോക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു വേദിയിൽ പാടാനുള്ള ഒരു അവസരം കൊടുത്തതിൽ എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ശ്രീയക്കുട്ടിയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു കഥ ഉണ്ടല്ലോ, അതെന്തായിരുന്നു അത്? 12th ഞങ്ങളോട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അവൾക്ക് 11th വരെ എക്സാം ഉണ്ട്. 10th ഏർലി മോർണിംഗ് 3 AM മുതൽ അവൾക്ക് ഭയങ്കര വേറെയും പനിയായിരുന്നു. അപ്പോൾ അവളൊരു 1ാം ക്ലാസ് മുതലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ശ്രുതിക എന്നാ പേര്, ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പനിയാണ്, വരാൻ പറ്റത്തില്ല. അപ്പോൾ മൂപ്പർക്ക് വലിയ സങ്കടമായി. മൂപ്പർ ഒരു ലെറ്റർ നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള ഒരാളുടെ കയ്യിൽ, ഒരു കുട്ടിയുടെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിട്ടു. ഓക്കെ. Hi Shreya, I'm really happy that you got through Flowers Top Singer. നമ്മളെല്ലാവരും നിനക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നിനക്ക് വേണ്ടി വളരെ ഹാപ്പിയാണ്. ക്ലാസ്സിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ബസ്സിൽ ആയാണ്ടിയും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും നിന്നെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാവരും നിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നെ നല്ലോണം മിസ്സാവുന്നുണ്ട്. പക്ഷെ സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ നീ തിരിച്ചു വരുമ്പം നമുക്ക് കാണാം. അന്നേരം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. പിന്നെ ഐ വോണ്ട് ടെൽ യു ടു ബിലീവ് ഇൻ യുവർ സെൽഫ്, ഷൈൻ ബ്രൈറ്റ് ലൈക്ക് എ ഡയമണ്ട്, സിംഗ് വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. All the best. Thank you, sir. അപ്പൊ വീട്ടിൽ പോയി നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് കിടന്നു. അതെ. Thank you, sir. Good night. Good night. Thank you. Good night. അപ്പൊ ജഡ്ജസ്, ഇതെന്താ സംഭവം എന്നറിയാമോ? മീനൂട്ടി ഇപ്പോ എന്റെ തല കൊണ്ട് തല്ലി പൊട്ടിക്കും. അതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ശരിക്കുമുള്ളൊരു സംഭവം വരാൻ പോവാണ്, കാണാം. ജഡ്ജസ് റെഡിയാണോ? റെഡി. ധൈര്യം സംഭരിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, വെൽക്കം ജിതക്കുട്ടി. ആഹാ, ഹായ് ജിത, നമ്മൾ ഫ്രണ്ട്സ് ആണ്. നമ്മള് വലിയ ഫ്രണ്ട്സ് അല്ലേ? വലിയ ഫ്രണ്ട്സ് അല്ലേ? അല്ലേ? സാധാരണ ഈ കരാട്ടയിലൊക്കെ ഹുസ് എന്നൊക്കെ പറയുമല്ലോ. അതെന്താണ് അതിന്റെ അർത്ഥം? ഹേയ്. അപ്പൊ ശരിക്കും അങ്ങനെ അതാണ് തുടക്കത്തിൽ. അപ്പൊ ഹുസ്. അതെ, പിന്നെ ഇത് ശരിയാണോ? അതായത് ഇങ്ങനെ പഞ്ച്. ഓ ഓ ഓ, ശരിയാണോ? ഇപ്പൊ എന്താണ് പരിപാടികൾ? ഇപ്പം 2 ഓടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ പൊട്ടിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണോ പാട്ട് പാടാൻ പോന്നെ? അതെ. ഓ, ഈ സാഹസം കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട്. ഏതാ പാട്ട് പാടണേ? പഞ്ചവർണ്ണ പൈങ്കിളിപ്പൻ. ഒരു പാവം പാട്ടും തുടങ്ങാം. അപ്പൊ പ്രേക്ഷകരും നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചും കണ്ടൊക്കെ കാണുക. ആരും കൊച്ചുകുട്ടികളാരും അനുകരിക്കരുത് വീട്ടില്. ഓക്കെ, ചെയ്യാം നമുക്ക്.
ഭീകര. എന്റെ അമ്മേ. ജിത ഞാനിവിടെ ഒന്നും പറഞ്ഞില്ലേ? അതെ അതെ, നല്ല മാർക്ക് തരാം സത്യമായിട്ടും. ജഡ്ജസ് മാർക്ക് കൊടുക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും ഫ്രീ ആയിട്ട് നല്ലത്. വന്നേക്കാം. അതെ അതെ, പാടുന്നതിന് മുന്നേ. ഈ പാട്ടിന് മൊത്തം ഭയങ്കര കമന്റ് ആയിരിക്കും. അതെ, മോള് നന്നായി പാടി. നല്ലോണം പാടി. നല്ല പാട്ടായിരുന്നു. ഇതുപോലെ ആർക്കും പാടാൻ പറ്റില്ലല്ലോ. അയ്യോ. എത്ര വർഷമായി മോളെ പഠിക്കുന്നു? ഞാൻ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്നത് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പള്ളിക്കര. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് UP പഠിച്ചിരുന്നത് ഇൻഫന്റ് ജീസസ് തൃക്കാക്കരയാണ്. അപ്പം അവിടെ സ്കൂളിൽ കരാട്ടെ ഉണ്ട്, അപ്പം അങ്ങനെ പഠിച്ചതാണ്. അതാണ് ഇപ്പം യെല്ലോ ബെൽറ്റിൽ നിൽക്കണത്. അപ്പം അത് ആ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ തുടരാൻ പറ്റിയില്ല എനിക്ക്. എത്ര വർഷം പഠിച്ചു? ഞാൻ 2 വർഷം. 2 വർഷം. ജിതക്കുട്ടിയുടെ ഉമ്മ വീട്ടിൽ ഭയങ്കര പേടിച്ചാണോ ജീവിക്കുന്നത്? ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥയാണോ എന്നും ചേച്ചിക്ക്? കുഴപ്പമില്ല, എന്നാലും കുറച്ച് സൂക്ഷിക്കണം. ഒരു പേടിയുണ്ട്. അപ്പൊ മകൾ വളർത്തുന്ന അമ്മയാണോ? അല്ലല്ല, തിരിച്ചു നല്ലോണം കിട്ടാറുണ്ടല്ലേ. സൈലന്റ് ആവാല്ലേ. നമ്മൾ സൈലന്റ് ആവുന്നതിലാണ് നല്ലത് അല്ലേ? ഇതുപോലെ തന്നെ പാട്ട് സൂപ്പറായിട്ട് പാടണേ കേട്ടോ. ആ പാവം പാട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? റെഡി. കൈവേനൊക്കെ ഉണ്ടാവും എന്നറിയാം. പോയി ഇനി ഡ്രസ്സൊക്കെ മാറി നമുക്ക് പാടാം. ഓക്കെ ഓക്കേടാ.
തീവണ്ടി അവിടെ നിൽക്കുന്നില്ല, തീവണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാട്ട് കഴിഞ്ഞു, നമ്മുടെ നായിക എവിടെ നിൽക്കുന്നു? നമ്മുടെ നടുക്ക്. അതാണ് ജിദ്ദ. ജിത പാടുന്ന സമയത്ത് ചുറ്റും പഞ്ചവർണ്ണ കിളികളായിരുന്നു. കണ്ടായിരുന്നോ? കണ്ടു. മനോഹരമായി പാടി. അപ്പോ ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെറിയൊരു സംശയത്തോടു കൂടി പാടുമ്പോ കുട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ പാടുന്നത് കുറച്ച് തെറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, അയ്യോ പേന കണ്ടുപിടിച്ചെന്ന് എടുക്കുന്നുണ്ടോ? അതെ. പക്ഷെ ഓൺ ദ ഹോൾ നന്നായിരുന്നു കേട്ടോ, കേൾക്കാൻ നല്ല സുഖമായിരുന്നു. ചില സാധനങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടിയെന്ന് തന്നെ പറയണം കേട്ടോ. സോ ഇറ്റ് വാസ് റിയലി പ്ലസന്റ്. ജിതക്കുട്ടി എന്തോ എങ്ങനെയുണ്ട് പാടിയിട്ട്? എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, ക്രാക്ക് ഉണ്ടായിരുന്നോ? വാമപ്പ് ചെയ്തായിരുന്നോ? ചെയ്തു. പിന്നെ ശ്രുതി അവിടെ ഇങ്ങനെ കിളി പോലെ ഇങ്ങനെ പാറി പോയില്ല നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അതാണ് ശ്രുതി ഒരു ചില്ലയിൽ വന്ന് നിൽക്കും കിളിയായിട്ട്. അവിടെ എത്തിയെന്ന് തോന്നുമ്പോ അവിടെ നിന്ന് പറഞ്ഞു പോകും. പിന്നെ അടുത്ത ചില്ലയിലോട്ട് വരും, ഇപ്പൊ ഇരിക്കും എന്ന് തോന്നുമ്പോഴത്തേക്കും പറഞ്ഞു, പിന്നെയും പറഞ്ഞു. ഇങ്ങനെ പഞ്ചവർണ്ണ പൈങ്കിളി ആയിട്ട് ശ്രുതിയിലൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് എവിടെയൊക്കെയോ എത്തി, എവിടെയൊക്കെയോ വന്ന് അവിടെയൊക്കെ അവസാനം തീവണ്ടി വെക്കോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്വാണ്ടൈസ് ചെയ്തിട്ട് പാടായിരുന്നു. ഇപ്പം സാറ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും തോന്നുന്നു എന്നെക്കാളും. സാറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അടിപൊളി. വേണ്ട എല്ലാ പൊടി എന്നെ കൊണ്ട് എല്ലാ പൊടി എടുപ്പിക്കരുത്. അങ്ങനെ പിന്നെ അറിയാതെ അവിടെ ഒരു ഇത് പാടിയില്ലേ, ഇപ്പൊ പിന്നെയും കിട്ടി. നേരത്തെ ചരണം പാടിയപ്പോഴും അനുപല്ലവി പാടിയപ്പോഴും അവിടുത്തെ ആ ഒരു ചെറിയ സാധനം, ഒരു കുഞ്ഞ് സ്പീഡായിട്ട് വരണത്. യെസ് ബെറ്റർ. അപ്പൊ അത് ആ രണ്ട് സ്ഥലത്തും ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു അതിന്. ബാക്കിയൊക്കെ അടിപൊളിയായി പാടി. നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് നല്ല സുന്ദരമായ ഒരു പാട്ട് പാടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോവാണ്. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻട്രോയില് പാടിയ ശ്യാം തകർത്തി ഗംഭീരമായിട്ട് പാടി. ശ്യാമിനെ പോലെ ശ്യാം മാത്രം. അതെ, സൂപ്പർ ഒരു പാട്ടുകാരനാണ് ശ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്യാമിന്. ഗ്രൂം ചെയ്യുന്നത് മാത്രമല്ല, യു ആർ ലക്കി കേട്ടോ. ശ്യാമൊക്കെ ഗ്രൂം ചെയ്യുന്നത് അത് ഒരു അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുന്നത്. അതാണ് ഗുരു എന്ന് ഞാൻ പറയും, ഒരു ടീച്ചർ അല്ല, ഗുരു. സ്റ്റേജിലും നല്ല പെർഫോമറാണ്. ഞാൻ ഒരുപാട് ഷോസ് അയാളെ കണ്ടു. തീർച്ചയായിട്ടും. ഹി നോസ് വാട്ട് ഇറ്റ് ഇസ്, എന്താണ് അത് എന്ന് ശരിക്കറിയാവുന്ന ഒരാളാണ്. അപ്പൊ ശ്യാമിനെ പറ്റി എപ്പോഴും എനിക്ക് അഭിമാനമാണ്. നമുക്ക് ടോപ്പ് സിംഗറിന് അഭിമാനമാണ്. നമ്മുടെ ജിതക്കുട്ടിയും മറ്റുള്ള കുട്ടികളൊക്കെ ഇവരെല്ലാവരും കൂടി പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് സൂപ്പർബാണ്. ഉറപ്പായിട്ടും. എന്റെ ഉള്ളിൽ കണ്ടതെല്ലാം, അതെങ്ങനെ പാടിയ? അത് ഔട്ട് ഓഫ് പിച്ച് ആയിരുന്നു കേട്ടോ. അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ പാടണം. ഒരാൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അയാൾ തന്നെ ആൻസർ പറഞ്ഞു. ക്വസ്റ്റ്യൻ അയാൾ തന്നെ ആൻസർ വേറെ രീതി പറയുന്ന. അങ്ങനെ പാടി നോക്കിയേ, കോൺവെർസേഷൻ പോലെ പാടിയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫിസിക്കൽ മോഡൽ ഉണ്ടാക്കാം പാട്ടുകളുടെ. ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതെങ്ങനെ പാടണം, അതിനെ ഇമോഷണൽ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ റിതമിക് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ ആകെ മൊത്തം എങ്ങനെ ഡീൽ ചെയ്യണം. ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ ജിതയ്ക്ക് നല്ല ഇന്റലിജന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. മാത്രമല്ല ജിതയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്, ജിത ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിന് ജിതയുടെ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ പറ്റും. യുനോ, അത് ഒരിക്കലും ഒരു രീതിയിലും ആരുടെയും ഇമിറ്റേഷൻ അല്ല. ദാറ്റ് മീൻസ് ഒറിജിനൽ ബ്രൈറ്റ് വോയിസ്. നമ്മൾ OG എന്ന് പറയില്ലേ, ഇന്ന് എനിക്കൊരു ദൂത് പോകാമോ എന്ന് പാടിയില്ലേ, അവിടെ ഞാൻ എപ്പോഴും എല്ലാവരും പാടുന്ന കേൾക്കുമ്പോൾ ചിത്ര ചേച്ചി പാടിന്റെ ഫ്ലേവർ ആണ് കേൾക്കുന്നത്. അപ്പൊ ഇതില് ജിതയുടെ ഒരു ഫ്ലേവർ വന്നു. അപ്പൊ അത് സൂപ്പർ. മാർക്കറിയാം. Is it 90? 91? 92? 93? 94? 95? It is 96.5 for you today. Out of 100. Thank you, sir.
അപ്പൊ എങ്കിൽ പെണ്ണ് ചെന്നിരുന്ന് പാട്ടൊക്കെ കിടിലമായിട്ട് പഠിക്കുക. അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് നമുക്ക് സമയം പോകുന്നത് തീരെ അറിയുന്നില്ല. പക്ഷേ ഇന്ന് എല്ലാവർക്കും പോയി കിടന്നുറങ്ങാനുള്ള സമയമായി. നാളെ നമ്മൾ വീണ്ടും കാണും ഇതേ സമയം മറ്റൊരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡുമായിട്ട്. ടാറ്റാ, ബൈ, സീ യു.